അർജന്റീന ഫൈനലിലേക്ക് എത്തുമ്പോൾ വളരെ ആവേശത്തിലാണ്. നമുക്കറിയാം തിരുവനന്തപുരത്തെ ആരാധകർ എല്ലാവരും തന്നെ ആവേശം അതിന്റെ അതിര് കടന്ന ആവേശത്തിലേക്ക് പോവുകയാണ്. ഓരോരുത്തരും നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാനുള്ള വളരെ ആവേശകരമായ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആവേശം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഏറെ കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ അർജന്റീന ഈ പറയുന്ന ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം എപ്പോഴും അവർ അത്രയ്ക്ക് ആവേശം അടിപൊളി മത്സരം ഇംഗ്ലണ്ടിന്റെ കാര്യം അണ്ടാക്കി കൊടുത്തിരിക്കുന്ന അർജന്റീന. ഇത് വെറും ഒരു കമ്പാക്ക് അല്ല, ഇത് 4ാമത്തെ കപ്പിലുള്ള കമ്പാക്ക്. എന്താണ് പറയാനുള്ളത്? വളരെ ആവേശകരമായ മത്സരമായിരുന്നു. ആദ്യം തന്നെ കളി അർജന്റീനയുടെ കയ്യിലായിരുന്നു എങ്കിലും അവസാനമാണ് ഗോളിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് ഹാഫ് തന്നെ രണ്ടുപേരും അറ്റാക്ക് ചെയ്താണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും പൂർണ്ണമായ അറ്റാക്കിലേക്ക് പോകുമെന്ന് വിചാരിച്ച കളി. പക്ഷെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ട് വന്നൊരു ഗോൾ അടിച്ചപ്പോൾ അർജന്റീന കൂടുതൽ അറ്റാക്കിങ്ങിൽ പോയി ഇംഗ്ലണ്ടിനെ ഡിഫൻസിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടു. ആ അവസരം കൃത്യമായി വിനിയോഗിച്ചു. സ്കലോണി എന്ന മാന്ത്രികൻ, മെസ്സി എന്ന ആത്മാവ്, ഇത് രണ്ടും അർജന്റീനയുടെ വിജയത്തിൽ ഏറ്റവും നിർണായകമാണ്. കളം നിറഞ്ഞ് കളിക്കുക എന്നത് എന്താണെന്ന് മെസ്സി ഇന്ന് കാണിച്ചു തന്നു. എന്താണ് കളം നിറഞ്ഞ് കളിക്കാവുന്നത്? അതോടൊപ്പം തന്നെ സ്കലോണി എന്ന ദ്രോണാചാര്യൻ മെസ്സി എന്ന അർജുനനിൽ നിന്ന് തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ തടുക്കുവാൻ വേണ്ടി ഇംഗ്ലണ്ടിന് പറ്റിയിട്ടില്ല. ഞങ്ങൾ ഫൈനലിലേക്ക് 6ാമത്തെ തവണയാണിത്. 6ാമത്തെ തവണ 3 തവണ ഞങ്ങൾ കപ്പടിച്ചു. അതേപോലെ ഈ 6ാമത്തെ തവണ 4ാമത് കപ്പടിക്കും. ഏത് സാഹചര്യത്തിലും ഏത് വിഷമം പിടിച്ച ഘട്ടത്തിലും തിരിച്ചു വരുന്ന ടീമാണ് അർജന്റീന. അതുതന്നെയാണ് ഏത് ആവേശത്തിലും ഏത് തരത്തിലുള്ള സാഹചര്യത്തിലും തിരിച്ചു വരാൻ കഴിയുന്ന ഒരേ ഒരു ടീം അത് അർജന്റീന മാത്രമാണ്. കാരണം എക്സ്ട്രാ ടൈമിലാണ് ഗോളുകൾ നേടി അർജന്റീന വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. ആവേശം അലതല്ലുകയാണ്. ഇവിടെ നിരവധി പേർ ഈ ആവേശവുമായി എത്തിയിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള എന്താണ്? എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയായിരുന്നു? കിടിലൻ കളി. ഈ എക്സ്ട്രാ ടൈമിലാണ് ഇപ്പോഴും അർജന്റീനയുടെ ഒരു മുന്നേറ്റമുള്ളത്. അതെ അവസാനത്തെ 10 മിനിറ്റ് എങ്ങനെ പോയാലും അവരെങ്ങനെങ്കിലും അത് അടിച്ചു കയറ്റും. കിടിലൻ കളി, ഒന്നും പറയില്ല. ഇതുതന്നെയാണ് ആവേശം അലതല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം. എങ്ങനെയാണ് ഈ കളി സൂപ്പറായിരുന്നു. അവസാന നിമിഷം നമ്മൾ കപ്പ് കൊണ്ട് പോവുള്ളൂ. ഫൈനലിൽ നമ്മൾ കപ്പടിക്കും. ഈ ഫൈനലിൽ കപ്പടിക്കും. അടുത്ത അടിക്കും. കളി നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചടിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷേ നമ്മൾ 2 അസിസ്റ്റ് മെസ്സിയുടെ വന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇംഗ്ലണ്ടിൻ്റെ വളരെ പുഷിംഗ് ആയിട്ടുള്ള ഗെയിമായിരുന്നു. അർജന്റീന അതിനകത്ത് നമ്മൾ മാക്സിമം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലിൽ നമ്മൾ സ്പെയിനെ കിട്ടും, നമ്മൾ അവിടെ തകർക്കും, കപ്പ് നമ്മൾ അടിക്കും. ഇത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആക്ച്വലി ഇംഗ്ലണ്ട് ഒരു അർജന്റീന തോൽപ്പിക്കാനുള്ള ലെവൽ ഇംഗ്ലണ്ട് ആയിട്ടില്ല. അപ്പം ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഫൈനലിലും കപ്പടിക്കും, അത് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഒരിടത്തും തോൽവി എന്തെന്നറിയാതെ വന്ന ടീമാണ് അർജന്റീന. ആ അർജന്റീന സ്പെയിനുമായുള്ള മത്സരത്തിൽ അതുപോലെ തന്നെ ഇനി വരുന്ന ഫൈനലിലും കപ്പടിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനി ഫൈനലിനായുള്ള കാത്തിരിപ്പാണ് ആരാധകർക്ക്.